ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ആം ആദ്മി പാർട്ടി. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ന്യൂദില്ലി മണ്ഡലത്തിൽ നിന്നും, അതിഷി കൽക്കാജി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് എല്ലാ സീറ്റുകളിലും എഎപിക്ക് സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പ് നേരിടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ എത്ര പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി? അരവിന്ദ് കെജ്രിവാളിന് എത്രത്തോളം നിർണായകമാണ് തെരഞ്ഞെടുപ്പ്? 38 സ്ഥാനാർത്ഥികളെയാണ് അവസാന പട്ടികയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. 70 മണ്ഡലത്തിലേക്കും സ്ഥാനാർത്ഥികളെ എഎപി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഫെബ്രുവരിയിൽ നടക്കുമെന്നാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരുന്നതേയുള്ളൂ. പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനു മുൻപ് തന്നെ എഎപി മുഴുവൻ സ്ഥാനാർത്ഥികളെയും മണ്ഡലങ്ങളിലേക്ക് നിയോഗിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ബിജെപിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ ദില്ലിയെക്കുറിച്ച് കാഴ്ചപ്പാടുകളോ ഇല്ല എന്നുമാണ്. കെജ്രിവാളിനെ നീക്കുക എന്ന ഒറ്റൊരു മുദ്രാവാക്യമാണ് ബിജെപിക്കുള്ളത്. ദില്ലിക്കാർ വോട്ട് ചെയ്യുക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ്, അല്ലാതെ അധിക്ഷേപിക്കുന്ന ആളുകൾക്ക് ദില്ലിക്കാർ വോട്ട് ചെയ്യില്ല എന്ന് കെജ്രിവാൾ എക്സിലൂടെ കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. 4ാം ഘട്ട പട്ടികയാണ് അല്പം മുൻപ് ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടത്. നേരത്തെ 3 പട്ടികകളിലായി നിരവധി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. 4ാം പട്ടികയിൽ 38 സ്ഥാനാർത്ഥികളുണ്ട്. ഏറ്റവും പ്രധാനമായി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടി ചെയർമാൻ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ന്യൂദില്ലി മണ്ഡലത്തിൽ നിന്നും, അതിഷി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിഷി കൽക്കാജി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും എന്നുള്ളതാണ്. 20 MLA-മാർക്ക് സീറ്റ് നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ 70 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം എഎപി പൂർത്തിയാക്കിയിരിക്കുന്നത്. ആര്യ.